നെക്സ്റ്റ് സെക്ഷൻ 4 മെത്തേഡ് ഓഫ് റിഡക്ഷൻ ഓഫ് ഓർഡർ. ഇപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഒരു പുതിയ മെത്തേഡ് പഠിക്കുകയാണ്, റിഡക്ഷൻ ഓഫ് ഓർഡർ എന്ന് പറയുന്ന മെത്തേഡ്. ഇത് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എപ്പോഴാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ, ഒരു y1 ഓഫ് t എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ നമുക്കറിയാമെങ്കിൽ അടുത്ത സൊല്യൂഷൻ y2 എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്, ഈ മെത്തേഡ് ഓഫ് റിഡക്ഷൻ ഓഫ് ഓർഡർ ഉപയോഗിക്കാറ്. അതിൽ ഈ y1 ഓഫ് t എന്ന് പറയുന്ന സൊല്യൂഷൻ നോൺ സീറോ സൊല്യൂഷൻ ആയിരിക്കണം. എന്തായിരിക്കണം? y1 ഓഫ് t എന്ന് പറയുന്നത് ഒരു നോൺ സീറോ സൊല്യൂഷൻ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ തന്നെ പറയണം, ലെറ്റ് y1 ഓഫ് t ബി ദി നോൺ സീറോ സൊല്യൂഷൻ ഓഫ് ദ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡബിൾ ഡാഷ് പ്ലസ് p ഓഫ് x y ഡാഷ് പ്ലസ് q ഓഫ് x ഇൻറ്റു y ഇസ് ഈക്വൽ ടു 0 ഓൺ സം ഇൻ്റർവൽ i എന്ന് പറഞ്ഞു. അതായത് നമ്മൾ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിഫൈൻ ചെയ്ത ഇൻ്റർവെല്ലിൽ ആയിരിക്കണം നമ്മളത് പറയേണ്ടത്. ഇനി നമുക്ക് ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷനും കൂടിയും കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് y2 കൂടിയും കിട്ടണം. അപ്പോൾ y2 എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതായത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ ആയിരിക്കണം അല്ലേ. അതായത് y1 ഉം y2 എന്ന് പറയുന്നതും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അങ്ങനെ ആകുമ്പോഴല്ലേ നമുക്ക് ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് വരുള്ളൂ. അപ്പോൾ ആ ഒരു എന്താ പറയുക, അങ്ങനെയുള്ള സൊല്യൂഷനാണ് y2 കണ്ടുപിടിക്കുന്നത്. അപ്പോൾ y2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ പറയാം. അപ്പോൾ നമ്മൾ കഴിച്ചത് ടു ഫൈൻഡ് y2 ലെറ്റ് y2 is equal to uy1 എന്നെടുക്കാം. ഓക്കെ, y2 is equal to എന്തെടുക്കുക? uy1 എന്നെടുക്കുക. ഇവിടെ u എന്ന് പറയുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമ്മൾ അടുത്തൊരു സൊല്യൂഷൻ y is equal to uy1 എന്നാണെന്ന് എടുത്തു. y1 നമുക്ക് ഓൾറെഡി അറിയാം, അതിനാണ് നമ്മൾ y1 എന്ന് പറയുന്നത് നോൺ സീറോ സൊല്യൂഷൻ ആവണമെന്ന് പറഞ്ഞത്. കാരണം നമ്മൾ y2 എന്ന് പറയുന്നത് എടുക്കുമ്പോൾ y1 0 ആയി കഴിഞ്ഞാൽ y2 എന്ന് പറയുന്നതും 0 ആയിട്ട് മാറും. അപ്പോൾ അത് പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? y1 ബി ദി നോൺ സീറോ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് തന്നെ എടുക്കണത്. വേർ u എന്ന് പറയുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഈ u എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ ഫംഗ്ഷൻ ഓഫ് t. അത് ടിയിലുള്ള ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, ഇനി നമുക്കറിയാം y2 എന്ന് പറയുന്നത് ഇതിൻ്റെ സൊല്യൂഷൻ ആണ് അല്ലേ. അതായത് y2 എന്ന് പറയുന്നത് ഈ ഒരു ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണ്. അപ്പോൾ y2 എന്ന് പറയുന്നത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. y2 എന്ന് പറഞ്ഞ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം പറഞ്ഞാൽ എന്താ? y2 ഡബിൾ ഡാഷ് പ്ലസ് p ഓഫ് x ഇൻറ്റു y2 ഡാഷ് പ്ലസ് q ഓഫ് x ഇൻറ്റു y2 ഈസ് ഈക്വൽ ടു 0 എന്നായിരുന്നു സാറ്റിസ്ഫൈ ചെയ്യാന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഓൾറെഡി y2 is equal to നമ്മൾ എന്തെടുത്തിട്ടുണ്ട്? y2 is equal to uy1 എന്ന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? y2 ഡാഷും y2 ഡബിൾ ഡാഷും കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് y2 is equal to നമ്മുടെ കയ്യിൽ എന്തുണ്ട്? uy1 എന്നുള്ളതുണ്ട്. ഇനി നമ്മൾ y2 ഡാഷ് കണ്ടുപിടിക്കുകയാണ്. y2 ഡാഷ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് റൂളാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നത് നോക്കാം. y2 ഡാഷ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പറയുമ്പോൾ എന്തൊരു y1 ഡാഷ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ y2 ഡാഷ് ഇസ് ഈക്വൽ ടു ഏതാണ്? u ഡാഷ് y1 പ്ലസ് uy1 ഡാഷ് എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഇപ്പോൾ നമ്മൾ y2 ഡാഷ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? y2 ഡബിൾ ഡാഷ് കണ്ടുപിടിക്കണം. ഇപ്പോൾ ഓൾറെഡി നമ്മളിവിടെ y2 ഡാഷ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെ ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് y2 ഡബിൾ ഡാഷ് കിട്ടും. അപ്പോൾ നമുക്ക് y2 ഈസ് ഈക്വൽ ടു u ഡാഷ് y1 പ്ലസ് uy1 ഡാഷ് എന്ന് പറഞ്ഞാണ്. ഇപ്പോൾ നമ്മൾ ഓരോന്നിനെയും ഈ ഒരു ടേം എടുത്തു, ഇതിൽ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. അതുമാതിരി തന്നെ ഈ ഒരു ടേം എടുക്കുക, അതിലും പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് ഓരോ ടേം ആയിട്ട് നോക്കാം. ആദ്യം u ഡാഷ് y1ൽ നമ്മൾ ഫസ്റ്റ് u ഡാഷ് y1ൽ എന്ത് ചെയ്യാണ്? പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ എന്ത് വരും? u ഡാഷ് y1ൽ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? u ഡാഷ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? y1 ഡാഷ് പ്ലസ്
സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏതാണ് y1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ y ഡബിൾ ഡാഷ് എന്ന് കിട്ടി. ഓക്കെ, ഇനി അതേമാതിരി നമ്മൾ ഇത് കൂടി എന്ത് ചെയ്യാണ്, പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തിട്ട് എഴുതുകയാണ്. അപ്പോൾ എന്ത് പറയാം, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ പറയുമ്പോൾ യു ഡാഷ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, y1 ഡാഷ് യു ഡാഷ് എന്ന് പറയണത് അതേമാതിരി തന്നെ ഇവിടെ ഒരു y1 ഡാഷ് യു ഡാഷ് ഉണ്ട് അല്ലേ. അപ്പം നമുക്കൊരു 2 ടൈംസ് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ y1 ഡാഷ് യു ഡാഷ് നമുക്കിവിടെ ഉണ്ട്. ഇപ്പം നമ്മൾ ഈ 2 ടേമും അങ്ങനെ എടുത്ത് എഴുതി. പിന്നെ നമുക്ക് യു ഡബിൾ ഡാഷ് ഇൻറ്റു y1, അതാണ് ഈ ഒരു ടേം. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് യു ഡബിൾ ഡാഷ് ഇൻറ്റു y1 എന്ന് പറയുന്നത്. പിന്നെ 2y1 യു ഡാഷ്, അത് ഓർഡർ തിരിഞ്ഞിട്ടുള്ളേ ഉള്ളൂ. 2u ഡാഷ് y1 ഡാഷ് പ്ലസ് y1 ഡബിൾ ഡാഷ്, ഈ ഒരു ടേം y1 ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, y2 ഡാഷും കിട്ടി അല്ലേ. y2 ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി, യു ഡബിൾ ഡാഷ് y1 പ്ലസ് 2u ഡാഷ് y1 ഡാഷ് പ്ലസ് y1 ഡബിൾ ഡാഷ് എന്ന് തന്നെ നമുക്ക് എഴുതി. അപ്പോൾ നമ്മളിത് രണ്ടും കൂടി കണ്ടുപിടിച്ചു അല്ലേ, y1ഉം y2 എന്താണെന്ന് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ അത് എന്ത് ചെയ്യാണ്, സിൻസ് y2 ഈസ് എ സൊല്യൂഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഞാൻ ഓൾറെഡി ഈ സ്റ്റെപ്പ് മുന്നേ പറഞ്ഞിരുന്നു. y2 ഡബിൾ ഡാഷ് പ്ലസ് p ഓഫ് t y2 ഡാഷ് പ്ലസ് q ഓഫ് t y2 ഈസ് ഈക്വൽ ടു 0 എന്നാണ്. ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യാണ്, y2 ഡബിൾ ഡാഷിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം, നമ്മളിവിടെ കണ്ടുവച്ചിട്ടുള്ളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. എന്ത്, യു ഡബിൾ ഡാഷ് y1 പ്ലസ് 2u ഡാഷ് y1 ഡാഷ് പ്ലസ് y1 ഡബിൾ ഡാഷ് എന്ന്. അതേമാതിരി തന്നെ y2 ഓഫ് t എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ആൻഡ് q ഓഫ് t ഇൻറ്റു yന് u1 y1 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്ത്. ഇനി ഞാൻ കുറച്ച് കാര്യം കൂടി പറയാം, നിങ്ങൾക്ക് നോട്ട് എഴുതേണ്ടതല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെത്തേഡ് ഓഫ് റിഡക്ഷൻ ഓഫ് ഓർഡർ എന്ന് എഴുതാം. ലെറ്റ് y1 ഓഫ് t ബി ദി നോൺ സീറോ സൊല്യൂഷൻ ഓഫ് ദ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് എഴുതാം ഓൺ സം ഇൻ്റർവൽ I എന്ന് പറയണം. സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് വി ഹാവ് ടു ഫൈൻഡ് ദ ഫണ്ടമെൻ്റൽ സൊല്യൂഷൻ. We have to find the fundamental set of solution. We need to find a linearly independent solution y2. For that we let y2 is equal to u y1 where u is to be determined, where u അങ്ങനെ പറയണ്ട, where u is a function of t alone, which is to find, അല്ലെങ്കിൽ അത് വി ഹാവ് ടു ഡിറ്റർമിൻ എന്തെങ്കിലും പറയാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, y1 അതായത് y2 ബി ദ സൊല്യൂഷൻ ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് ഇത് എഴുതാം. അതിനുശേഷം നമ്മൾ y2 ഡാഷും y2 ഡബിൾ ഡാഷും ഒരു സൈഡിൽ കണ്ടുവച്ചിട്ട് അത് ഇവിടത്തിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാണോ കൺവീനിയൻറ്റ് അതേമാതിരി നമ്മൾ എഴുതാം. ഇനി നമ്മൾ ഈ ബ്രാക്കറ്റൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട്, അതായത് നമ്മൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് യു ഡബിൾ ഡാഷിൻ്റെ ടേംസ് ഒരുമിച്ചിട്ട്, അതുമാതിരി തന്നെ u1 ഡാഷിൻ്റെ ടേംസ് ഒരുമിച്ചിട്ട്, യുവിൻ്റെ ടേംസ് ഒരുമിച്ചിട്ട് അങ്ങനെ എഴുതാൻ പോവുകയാണ് ചെയ്യുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. എന്താ ചെയ്യാൻ പോകുന്നത്, യു ഡബിൾ ഡാഷിൻ്റെ ടേംസ് ഒരുമിച്ചത്. അപ്പോൾ ഇവിടെ യു ഡബിൾ ഡാഷിൻ്റെ ടേം എന്ന് പറയുന്നത് ഈ ഒരു ടേം മാത്രമേ ഉള്ളൂ. സോ ഞാൻ അത് എഴുതി യു ഡബിൾ ഡാഷ് ഇൻറ്റു y1 എന്ന് പറയുന്ന ടേം എഴുതി. ഇനി നമുക്ക് എന്താ അടുത്തത് എഴുതേണ്ട, യു ഡാഷിൻ്റെ ടേം ഉള്ളത്. അപ്പോൾ യു ഡാഷിൻ്റെ ടേമിൽ ഏതിലൊക്കെ ഉണ്ട്, ഇതിലൊരു യു ഡാഷിൻ്റെ ടേം ഉണ്ട്. പിന്നെ ഈ ഒരു ടേമിലുണ്ടോ, ഇല്ല. പിന്നെ ഈ ഒരു ടേമിൽ യു ഡാഷിൻ്റെ ടേം ഉണ്ട്. പിന്നെ വേറെ എവിടെയെങ്കിലും യു ഡാഷിൻ്റെ ടേം ഉണ്ടോ, ഇല്ല. അപ്പോൾ യു ഡാഷിന് ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തു ഞാൻ, പ്ലസ് യു ഡാഷ് ഇൻറ്റു. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഫസ്റ്റ് ടേമിൽ എന്താ ബാക്കിയുള്ളത്, അതായത് യു ഡാഷ് ഇവിടെ നിന്ന് എടുത്താൽ ബാക്കി എന്താണ്, 2y1 ഡാഷ് പ്ലസ് ഇവിടെ എന്ത് വരും, p ഓഫ് t y1 എന്ന് പറയും. ഇവിടുന്ന് u1 എടുത്താൽ ബാക്കി എന്താ ഉണ്ടാവുക, p ഓഫ് t y1 എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടായിരിക്കും. ഇനി നമ്മൾ അടുത്തത് എന്താ എഴുതേണ്ടത്, പ്ലസ് യുവിൻ്റെ ടേംസ് ഉള്ളത് അല്ലേ. ഇപ്പോൾ യുവിനെ പുറത്തേക്ക് എടുത്തു. ഇനി യുവിൻ്റെ ടേംസ് ഉള്ളത് ഏതൊക്കെയാണുള്ളത്, ഇവിടെ യു y1 ഡബിൾ ഡാഷ് എന്ന് പറയുന്നതും, അതുമാതിരി തന്നെ ഇവിടെയുണ്ട് ഒരു യു y1 ഡാഷ് എന്ന് പറയുന്നതും
ഇതിലുണ്ട് യു. അപ്പോൾ യുവിനെ പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ ബാക്കി ഓരോന്ന് എഴുതി. ഇവിടെ എന്താ ബാക്കിയുള്ളത്? y1 ഡബിൾ ഡാഷ് ഉണ്ട് പ്ലസ് ഇവിടെ എന്തുണ്ട്? ഒരു പി ഓഫ് ടി ഇൻറ്റു യു എന്ന് പറയുന്നതുണ്ട് അല്ലേ. ഇപ്പം നമ്മൾ അതിനെ കൂടി അടുപ്പിച്ച് എഴുതുക. സോറി, പി ഓഫ് ടി യു അല്ല, പി ഓഫ് ടി y1 ഡാഷ്, കാരണം യുവിനെ നമ്മൾ പുറത്തേക്ക് എടുത്തല്ലോ. അപ്പം നമുക്കിവിടെ പി ഓഫ് ടി ഇൻറ്റു അത് y1 ഡാഷ് പ്ലസ് ഇതിലെന്തുണ്ട്? ക്യൂ ഓഫ് ടി ഇൻറ്റു y1 എന്ന് പറയുന്ന അത്രയും ടേം ഉണ്ട്. എന്നിട്ട് വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ എടുക്കുക. ഓക്കെ, അങ്ങനെയാണ് എഴുതിയത്. അങ്ങനെ എഴുതി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയത്. ഇതിനൊന്നുകൂടി ഓർഡറിൽ ഭംഗിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. യു ഡബിൾ ഡാഷ് y1 പ്ലസ് യു ഡാഷ് ഇൻറ്റു 2y1 പ്ലസ് പി ഓഫ് ടി ഇൻറ്റു y1 പ്ലസ് യു ഇൻറ്റു y1 ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് ടി y1 ഡാഷ് പ്ലസ് ക്യൂ ഓഫ് ടി y1 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള സംഭവമാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു y1 എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണ് എന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ y1 എന്ന് പറയുന്നത് തന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. y1 തന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും പറഞ്ഞാൽ എന്താ നമുക്ക് എഴുതാൻ പറ്റുക? y1 ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് ടി ഇൻറ്റു y1 ഡാഷ് പ്ലസ് ക്യൂ ഓഫ് ടി ഇൻറ്റു y1 ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. അതായത് പി ഓഫ് y1 എന്ന് പറയുന്നത് തന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനായിട്ട് നമ്മൾ ഓൾറെഡി എടുത്ത്. അപ്പോൾ ആ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? y-ക്ക് പകരം y1 റീപ്ലേസ് ചെയ്ത് കൊടുത്ത് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ബ്രാക്കറ്റ് അതന്നെയല്ലേ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുള്ളത്. അതായത് y1 ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് ടി y1 ഡാഷ് പ്ലസ് ക്യൂ ഓഫ് ടി y1 എന്നല്ല എഴുതിയിരിക്കുന്നത്. ഇത് നമ്മൾക്ക് എന്താണെന്ന് നമ്മൾ പറഞ്ഞത് y1 സൊല്യൂഷൻ ആണെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്നായിരിക്കും. അപ്പോൾ ഈ ഒരു ടേം എന്ന് പറയുന്നത് എന്തുമായിട്ട് മാറും? യു ഇൻറ്റു 0 എന്ന് പറയുന്ന ടേം ആയിട്ട് മാറും. സോ ഈ ഒരു ടേം എന്ന് പറയുന്നത് തന്നെ ഏതെന്ന് പോവും? ഈ ഒരു ഇക്വേഷനിൽ നിന്ന് പോവും. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു ഇക്വേഷൻ 2 എന്ന് പറയുന്നത് ഏതിലോട്ട് റെഡ്യൂസ് ചെയ്യും? ഇങ്ങനെ ആയിട്ട് പോകും. കാരണം ഇത് 0 ആയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം? യു ഡബിൾ ഡാഷ് y1 പ്ലസ് യു ഡാഷ് ഇൻറ്റു 2y1 ഡാഷ് പ്ലസ് പി ഓഫ് ടി ഇൻറ്റു y1 ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഒരു ഇക്വേഷനായി. ഇനി നമ്മൾ ഇതിനെ ഒന്ന് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുകയാണ്. എന്താ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് യു ഡബിൾ ഡാഷിൻ്റെ കോയിഫിഷ്യൻ്റ് 1 ആക്കുക. അപ്പോൾ യു ഡബിൾ ഡാഷിൻ്റെ കോയിഫിഷ്യൻ്റ് 1 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഇക്വേഷനെ ത്രൂ ഔട്ടായിട്ട് y1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ത്രൂ ഔട്ടായിട്ട് y1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? എന്താ ഇങ്ങനെ വരും. അതായത് യു ഡബിൾ ഡാഷ് പ്ലസ് യു ഡാഷ് ഇൻറ്റു 2y1 ഡാഷ് പ്ലസ് പി ഓഫ് ടി y1 ഡിവൈഡഡ് ബൈ y1 എന്ന് വരും. അതായത് ഇവിടെ ഒരു y1 നമ്മൾ ഡിവിഷൻ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു y1 ഈ ഒരു y1 പോവും. പിന്നെ ഈ ഒരു ടേമിൻ്റെ കൂടെ ഒരു ഡിവൈഡഡ് ബൈ y1 ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടി. എന്താണ് ഇക്വേഷൻ കിട്ടിയത്? യു ഡബിൾ ഡാഷ് പ്ലസ് യു ഡാഷ് ഇൻറ്റു 2y1 ഡാഷ് പ്ലസ് പി ഓഫ് ടി y1 ഡിവൈഡഡ് ബൈ y1 ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ വീണ്ടും നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്മാൾ ലെറ്റർ യു ഡാഷ് ഇസ് ഈക്വൽ ടു ഈ ക്യാപിറ്റൽ ലെറ്റർ യു. ഓക്കെ, ഇനി ഞാൻ യു ഡാഷ് ഇസ് ഈക്വൽ ടു യു എന്നേ പറയുള്ളൂ. അപ്പം ശ്രദ്ധിക്കണം, സ്മാൾ ലെറ്റർ യു ഡാഷ് ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നതാണ്? ക്യാപിറ്റൽ ലെറ്റർ യു എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ യു ഡാഷ് ഇസ് ഈക്വൽ ടു യു ആണെങ്കിൽ നമുക്ക് യു ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? യു ഡാഷ് ആയിട്ട് മാറും. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ യു ആണ്. യു ഡാഷ് ഇസ് ഈക്വൽ ടു യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ യു ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? യു ഡാഷ് ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു ഇക്വേഷനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്? മാറ്റിയതാണ്. ഈ ഒരു ഇക്വേഷൻ എന്തായിട്ട് മാറി? അതായത് യു ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് യു ഡാഷ് ആയിട്ട് മാറി. പിന്നെ അതേമാതിരി തന്നെ ഇവിടുത്തെ യു ഡാഷ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? യു ആയിട്ട് മാറി. നമ്മൾ അതായിരുന്നു സബ്സ്റ്റിറ്റ്യൂഷൻ എടുത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയതാണ്. അപ്പോൾ നമുക്ക് ഇനി നോക്കാം. അപ്പോൾ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറി? ഈ ഇക്വേഷൻ യു ഡാഷ് പ്ലസ് 2y1 ഡാഷ് പ്ലസ് പി ഓഫ് ടി യു ഡാഷ് പ്ലസ് 2y1 ഡാഷ് പ്ലസ് പി ഓഫ് ടി y1 ഡിവൈഡഡ് ബൈ y1 ഇൻറ്റു യു ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു. ഓക്കെ, ഇതിനൊന്നുകൂടി അറേഞ്ച് ചെയ്ത് എഴുതാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു y1 ഔട്ട് ഈ ഒരു y1 ഔട്ട് ഇവിടെയും ക്യാൻസൽ ചെയ്തു പോകും. ഈ ഒരു ടേമിൻ്റെ കൂടെ ഒരു ഡിവൈഡഡ് ബൈ y1 കൂടിയും വരും. ഓക്കെ, നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോഴേ അങ്ങനെ വരും. അപ്പോൾ അതെന്തായിട്ട് മാറി? യു ഡാഷ് പ്ലസ് 2y1 ഡാഷ് ഡിവൈഡഡ് ബൈ y1 പ്ലസ് പി ഓഫ് ടി ഇൻറ്റു യു ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? യു ഡാഷ് പ്ലസ്
2y1 ഡാഷ് ഡിവൈഡഡ് ബൈ y പ്ലസ് പി ഓഫ് ടി ഇൻറ്റു യു is equal to 0 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കിട്ടിയ ഇക്വേഷന് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ റെഡ്യൂസ് ചെയ്ത്, അതായത് വലിയൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് ഇപ്പോൾ ഒരു പുതിയൊരു ഇക്വേഷൻ ആക്കിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഇക്വേഷൻ നോക്കിക്കേ, നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ഇക്വേഷൻ ആയിരിക്കും. ഇത് ഏത് ഇക്വേഷനാണ്? ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലേ? ഇത് യുവിലുള്ള ഒരു ഫസ്റ്റ്, കാരണം y ഡാഷ് പ്ലസ് പി ഓഫ് ടി ഇൻറ്റു y ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഫോർമുല അല്ലേ അത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമിലേക്ക് വന്നു. യു ഡാഷ് പ്ലസ് 2y1 ഡാഷ് ഡിവൈഡഡ് ബൈ y1 പ്ലസ് പി ഓഫ് ടി ഇൻറ്റു യു is equal to 0 എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, ഒരു സെക്കൻഡ് ഓർഡർ ഇക്വേഷനെ ഫസ്റ്റ് ഓർഡറിലേക്ക് റെഡ്യൂസ് ചെയ്തിട്ട് കൊടുന്നു. അപ്പോൾ അത്രയും കഴിഞ്ഞ് അപ്പോൾ ആ ഒരു ഇക്വേഷനാണ് നമ്മൾ എന്ത് പറയണത്, റെഡ്യൂസ്ഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതായത് നമ്മുടെ സെപ്പറേഷൻ മെത്തേഡ്, വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഈ യു ഡാഷിനെ ഞാൻ ചെറുതായിട്ട് എന്താക്കി എഴുതാണ്, ഡി യു ഡിവൈഡഡ് ബൈ ഡി ടി എന്നെഴുതി, പ്ലസ് ഈ ഒരു ടേം തന്നെയാണ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും അല്ലേ. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് എന്ത് വരും, അതായത് ഡി യു ഡിവൈഡഡ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ദിസ് ടേം, ഈ ഒരു ടേം ഇങ്ങോട്ട് ഓക്കെ എന്ന് എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഒരു യു ഉണ്ട് അല്ലേ, ആർ എച്ച് എസിൽ ഒരു യു ഉണ്ടായിരിക്കും. ആ യുവിനെ, അതായത് നമ്മൾ യുവിൻ്റെ ടേംസിനൊക്കെ ഒരു സൈഡിലേക്കും ടീൻ്റെ സൈഡ് മറ്റേ ഒരു സൈഡിലേക്കും കൊണ്ട്, അപ്പോൾ യുവിൻ്റെ സൈഡ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് കൊണ്ടുവരും. ഇപ്പോൾ ഡി യു അതേമാതിരി ഈ ഡി ടീനെ എന്ന് പറയുന്നത് ഇങ്ങോട്ട് ആർ എച്ച് എസിലോട്ടും കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറി, du divided by u is equal to minus 2y1 dash divided by y1 plus p of t into dt എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്, അതായത് നമുക്ക് സൊല്യൂഷൻ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതായത് ഇൻ്റഗ്രൽ ഓഫ് 1/u du എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് വരും, ലോഗ് മോഡ് ചെയ്യും അല്ലേ. അതേമാതിരി തന്നെ ഇവിടെ എന്ത് വരും, -2 കോൺസ്റ്റൻ്റ് ആണ്, അതിനെ പുറത്തേക്ക് എടുത്തിട്ട് ഇൻ്റഗ്രൽ y1 ഡാഷ് ഡിവൈഡഡ് ബൈ y1 എന്ന് പറയും അല്ലേ. ഇപ്പോൾ ഇൻ്റഗ്രൽ y1 ഡാഷ് ഡിവൈഡഡ് ബൈ y1 എന്ന് പറയുമ്പോൾ ഇതെന്താണ്, ലോഗ് മോഡ് y1 ആണ്. സോ അതെന്തായിട്ട് മാറി, വിച്ച് ഈസ് ഈക്വൽ ടു -2 ഇൻറ്റു ലോഗ് മോഡ് y1. ദെൻ ബാക്കി ഇവിടെ ഉള്ളത് എന്തായിരിക്കും, ഈ മൈനസിനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കൊടുക്കണമല്ലോ. അപ്പം എന്ത് വരും, ബാക്കി മൈനസ് ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി എന്ന് വന്നു. ഓക്കെ, ഇപ്പം നമ്മൾ എന്താ ചെയ്തത്, ഈ ഒരു ഇക്വേഷനെ, ഈ ഒരു ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ ആയിരുന്നു, അതിനെ വേരിയബിൾ സെപ്പറബിൾ ആക്കിയിട്ട് ഇങ്ങനെ എഴുതി, എന്നിട്ട് നമ്മൾ ബോത്ത് സൈഡ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ln മോഡ് യു -2 ln മോഡ് y1 ദെൻ മൈനസ്, ഈ ഒരു മൈനസ് നമ്മൾ രണ്ട് ടേമിനും എടുക്കണം. അപ്പോൾ ഇവിടെയും മൈനസ് പി ഓഫ് ടി വരും. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടി, മൈനസ് പി ഓഫ് ടി ഡി ടി എന്ന് കിട്ടിയത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ബോത്ത് സൈഡ്സിൽ എക്സ്പോണൻഷ്യൽസ് എടുക്കുക. ബോത്ത് സൈഡ്സിൽ എക്സ്പോണൻഷ്യൽ എടുക്കുക പറയുമ്പോൾ എന്ത് വരും, ഇ പവർ ln മോഡ് യു ഈസ് ഈക്വൽ ടു ഇ പവർ -2 ഇൻറ്റു ln മോഡ് y1 മൈനസ് ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി എന്ന് വന്നു അല്ലേ. അപ്പോൾ ഈ ലോഗരിതമും എക്സ്പോണൻഷ്യലുടെയും ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് അതെന്ത് വരും, യു എന്നായിട്ട് മാറും. ഇനി നമ്മുടെ ഈ ആർ എച്ച് എസിലുള്ള ടേംസ് നമുക്ക് ഇങ്ങനെ എഴുതാം, ഇ പവർ -2 ഇൻറ്റു ln മോഡ് y1 ഇൻറ്റു ഇ പവർ മൈനസ് ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി എന്ന് എഴുതാൻ പറ്റും. ഇനി ഈ ഒരു ടേമിന് നമുക്ക് ഈ ഒരു -2നെ വൈൻ്റെ പവർക്ക് എഴുതിക്കൂടെ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഉണ്ടായിരുന്നത് ഇ പവർ -2 ഇൻറ്റു ln മോഡ് y1 എന്നായിരുന്നു. അപ്പോൾ അതിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഇ റേസ് ടു ln മോഡ് y1 ഓൾ പവർ -2 എന്ന് എഴുതാൻ പറ്റും. സോ ഇത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, y പവർ -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 1/y² എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ y1 ആണ്, ഇപ്പോൾ 1/y1² എന്ന് നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ഇൻറ്റു മറ്റേ ടേം ഉണ്ട് കേട്ടോ, ഞാനത് നിങ്ങളുടെ കൂട്ടത്തോടെ എഴുതി പോയതില്ല എന്നാണ്. ഇവിടെ ഇൻറ്റു എന്തുണ്ട്, ഇ പവർ മൈനസ് ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി ഇവിടെ ഉണ്ട്. സോ 1/y1² ഇൻറ്റു ഇ പവർ മൈനസ് ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി എന്ന് പറയുന്ന ഫോം വന്നു അല്ലേ. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ യു എന്ന് പറയുന്നത് എന്ത് കിട്ടി,
ക്യാപിറ്റൽ ലെറ്റർ യു ഇസ് ഈക്വൽ ടു 1/y1 സ്ക്വയർ ഇ പവർ മൈനസ് ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി എന്ന് കിട്ടി. നമുക്ക് ഇതാണോ കണ്ടുപിടിക്കേണ്ടത്? അല്ല, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്മാൾ ലെറ്റർ യു ആണ് അല്ലേ. അപ്പം നമ്മളിവിടെ എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരുന്നത്? അതായത് യു ഡാഷ് ഇസ് ഈക്വൽ ടു യു എന്നായിരുന്നു എടുത്തായിരുന്നു അല്ലേ. നമ്മുടെ അതായത് നമ്മളിവിടെ തൊട്ട് മുകളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് വന്നത് സ്മാൾ ലെറ്റർ യു ഡാഷ് ഇസ് ഈക്വൽ ടു യു എന്നാ വന്നത്, ക്യാപിറ്റൽ ലെറ്റർ യു ആണെന്ന്. അപ്പോൾ ഇനി ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? യു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബോത്ത് സൈഡ്സും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഇൻറ്റഗ്രൽ യു ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? സ്മാൾ ലെറ്റർ യു വിച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ യു എന്ന് വരും. അപ്പോൾ ഈ ഒരു യുവിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? സ്മാൾ ലെറ്റർ യു കിട്ടുകയാണ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്മാൾ ലെറ്റർ യു എന്ന് പറയുന്നത് ഈക്വൽ ടു എന്തായാലും ഇൻറ്റഗ്രൽ യു ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു യുവിന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് വരും? ഇൻറ്റഗ്രൽ 1/y1 സ്ക്വയർ ഇൻറ്റു ഇ പവർ മൈനസ് പി ഓഫ് ടി ഡി ടി ഇൻറ്റു ഡി ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഈ എക്സ്പോണൻഷ്യലിൻ്റെ പവറിലുള്ള പി ഓഫ് ടി ഡി ടി ആണ്. ഇത് എന്ന് പറയുന്നത് ഈ ഒരു ഇൻറ്റഗ്രലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡി ടി ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അത് രണ്ടും കൂടി മാറിപ്പോകരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് യു കിട്ടി. നമ്മളിനി y1 എന്തായിരുന്നു എടുത്തിരുന്നത്? y1 എന്ന് പറയുന്നത് നമ്മൾ എന്താ y2 എന്ന് പറയുന്നത് നമ്മൾ എന്താ എടുത്തായിരുന്നത്? y1 ഇൻറ്റു യു എന്ന് പറയുന്നതായിരുന്നു. സോ നമ്മളിവിടെ എന്ത് ചെയ്തു? y1 ഇൻറ്റു യുവിന് പകരം എന്ത് ചെയ്ത് കൊടുത്തു? 1/y1 സ്ക്വയർ ഇൻറ്റു ഇ പവർ മൈനസ് ഇൻറ്റഗ്രൽ പി ഓഫ് ടി ഡി ടി എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ അടുത്ത സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? y2 എന്ന് പറയുന്ന സൊല്യൂഷൻ നമുക്ക് എന്താ കിട്ടി? y1 ഇൻറ്റു ഇൻറ്റഗ്രൽ 1/y1 സ്ക്വയർ ഇ പവർ മൈനസ് ഇൻറ്റഗ്രൽ പി ഓഫ് ടി ഡി ടി എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് y1 എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ തന്നാൽ എങ്ങനെയാണ് y2 കിട്ടുക എന്ന് കൂടി കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് തുടക്കത്തിലെങ്കിലും ഒരു സംശയം ഉണ്ടായിരിക്കാം, y2 ഇസ് ഈക്വൽ ടു നമ്മൾ എന്താ എടുത്തിരുന്നത്? y1 എന്ന് പറയുന്ന ഫോമുലാണ് എടുത്തിരുന്നത്. അപ്പോൾ y1ഉം y2ഉം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണം. അപ്പോൾ നിങ്ങൾക്ക് തോന്നുക ഇത് ഒന്നിൻ്റെ സ്കാലാർ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റണില്ലേ, അപ്പോൾ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആവില്ലേ എന്നൊക്കെ ഒരു സംശയം ചിലവർക്കെങ്കിലും തോന്നിയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇവിടെ എന്താണ്? y1ഉം y2ഉം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ യു എന്ന് പറയുന്നത് എന്തല്ല? ഒരു കോൺസ്റ്റൻ്റ് അല്ല. യു എന്ന് പറയുന്നത് നമുക്കൊരു കോൺസ്റ്റൻ്റേ ആയിട്ട് എഴുതാൻ പറ്റില്ല, സ്കാലാർ മൾട്ടിപ്പിൾ ആയിരിക്കണം. നമ്മുടെ യു എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. വിച്ച് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആയിരിക്കും. ഒരിക്കലും നമുക്ക് അതിനെ ഒരു കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് എഴുതാൻ പറ്റില്ല. അതൊരിക്കലും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് വരില്ല യു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറയണത്? അത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ ആണെന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ y1ഉം y2ഉം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദേ ഫോം എ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ. എങ്ങനെ നമ്മൾ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ ഫോം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? അതായത് നമ്മൾ ആ തുടക്കത്തിൽ വ്രോൺസ്കിൻ്റെ ഒക്കെ കുറേ തിയറംസ് പഠിച്ചപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ 3-4 ഇക്വാലൻ്റ് കണ്ടീഷൻ പഠിച്ചിരുന്നു അല്ലേ. y1 y2 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ബ്രോൺസ്കിയൻ ഓഫ് y1 y2 നോട്ട് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കുന്നു. അങ്ങനെ ബ്രോൺസ്കിയൻ ഓഫ് y1 y2 നോട്ട് ഇസ് ഈക്വൽ ടു 0 ആയിക്കഴിഞ്ഞാൽ ദേ ഫോം എ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ എന്ന് നമ്മൾ ആ ഒരു സെക്ഷനിൽ പഠിച്ചിരുന്നു. അത് വെച്ചിട്ടാണ് നമ്മളിവിടെ എന്ത് പറഞ്ഞത്? y1ഉം y2 എന്ന് പറയുന്നത് ഫോം എ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ. y1ഉം y2 എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ഫോം ചെയ്യുന്നു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദ മെത്തേഡ് ഫോർ ഫൈൻഡിങ് y2 ഡിസ്ക്രൈബ്ഡ് എബോവ് ഈസ് നോൺ ആസ് ദ മെത്തേഡ് ഓഫ് റിഡക്ഷൻ ഓഫ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ y2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ചെയ്ത ഈ പ്രൊസീജിയറിനായിരുന്നു നമ്മൾ എന്ന് പറയുന്നത് എന്ത് പറയുക? മെത്തേഡ് ഓഫ് റിഡക്ഷൻ ഓഫ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഒരു മെത്തേഡ് ഓഫ് റിഡക്ഷൻ ഓഫ് ഓർഡർ എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജീനിയസ് ഇക്വേഷൻ്റെ ജനറൽ ഫോം എഴുതണം. അതിൻ്റെ ഒരു നോൺ സീറോ സൊല്യൂഷൻ ആണ് y1 എന്നെടുക്കണം. നമുക്ക് ഇനി y2 ആണ്. വി ഹാവ് ടു ഫൈൻഡ് ദ next fundamental set. We have to in order to find the fundamental set of solution, we have to find the other solution y2. So for that we are relative y2 is equal to u y1, where u is a function of t ആണ്. എന്നിട്ട് എന്താ പറയുക? നമുക്ക് y2 be the solution of the given differential equation. Therefore y2 satisfy the given that equation. Therefore y2 double dash plus p of t into y2 double dash
y2 ഡാഷ് പ്ലസ് ക്യൂ ഓഫ് ടി ഇൻറ്റു y2 ഇസ് ഈക്വൽ ടു 0 എന്ന് പറയാം. എന്നിട്ട് നമുക്ക് അവിടെ എന്ത് കണ്ടുപിടിക്കണം? y1 ഡാഷും y2 ഡാഷും y2 ഡബിൾ ഡാഷും കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ ഒന്നല്ലെങ്കിൽ സൈഡിൽ ഇട്ടിട്ട് എന്ത് ചെയ്യുക, സൈഡിൽ ഇട്ടിട്ടോ എവിടെ ഇട്ടിട്ടോ ആയാലും നമ്മൾ എന്ത് ചെയ്യുക, y2 ഡാഷും y2 ഡബിൾ ഡാഷും കണ്ടുപിടിക്കുക, അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വലിയൊരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷനിൽ നിന്ന് നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്, യു ഡബിൾ ഡാഷിൻ്റെ ടേംസ് ഒരുമിച്ച് എഴുതാം, യു ഡാഷിൻ്റെ ടേംസ് ഒരുമിച്ച് എഴുതാം, യുവിൻ്റെ ടേംസ് ഒരുമിച്ച് എഴുതാം. എന്നിട്ട് നമ്മൾ അതിനെ എന്താ പറയുക, എന്നിട്ട് യു കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക, യു ഡാഷ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക, യു ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ ആ ഇക്വേഷനിൽ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് യുവിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്നതിനെ ശ്രദ്ധിക്കുക. കാരണം y1 എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ y1 എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അത് മീൻസ് അതായത് ദിസ് ഇക്വേഷൻ ഈക്വൽ ടു 0 വരും. അപ്പോൾ ഈ ഒരു ടേം ക്യാൻസൽ ആയിട്ട് പോകാറും. പിന്നെ നമുക്ക് ഇതേമാതിരിയുള്ള ഒരു ഇക്വേഷൻ ഫോം ചെയ്യും. ഇതിനെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്യുക. അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ സ്മാൾ ലെറ്റർ യു ഡാഷ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ യു എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ഓർഡർ ഇക്വേഷനിലേക്ക് അത് എന്താ പറയുക കൺവേർട്ടബിൾ ആവും. ഫസ്റ്റ് ഓർഡർ ഇക്വേഷനിൽ നമുക്ക് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഫോമിലായിരുന്നു. സോ നമ്മളിതിനെ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡിലേക്ക് അറേഞ്ച് ചെയ്തു, ഇൻറ്റഗ്രേറ്റ് ചെയ്തു, സോൾവ് ചെയ്തപ്പോൾ നമുക്ക് ക്യാപിറ്റൽ യു ആണ് കിട്ടിയത്. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ട സ്മാൾ ലെറ്റർ യു ആയിരുന്നു. സോ നമ്മൾ യു ഡാഷ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ യു എന്നായിരുന്നു എടുത്തായിരുന്നത്. അപ്പോൾ യു കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇൻ്റഗ്രൽ യു ഡാഷ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ യു ആണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് യു കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ y2 ഇസ് ഈക്വൽ ടു യു y1 എന്നുള്ളതിൽ y1 യുവിന് പകരം ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് y2 ഇസ് ഈക്വൽ ടു ഈ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളോട് എന്താ പറയുക വലിയ ലോങ് തരത്തിലൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഡിസ്ക്രൈബ് ചെയ്ത അതേ ഫോമിൽ തന്നെ നമ്മൾ പ്രോബ്ലംസും സോൾവ് ചെയ്യണം. അല്ല നിങ്ങൾക്ക് ചെറിയൊരു 1 വേർഡ് ക്വസ്റ്റ്യനിലൊക്കെയാണ് ഇങ്ങനെ ഒരു സൊല്യൂഷൻ തന്നിട്ട് നിങ്ങളോട് അടുത്ത സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറയും. ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു നോൺ സീറോ സൊല്യൂഷനാണ് y1 എന്ന് പറയുന്നത് തന്നിട്ടുണ്ടായിരുന്നു. ഇനി y2 എന്ന് പറയുന്ന അടുത്ത സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ എന്ത് ചെയ്താൽ മതി, y1 നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ. അപ്പോൾ y2 is equal to ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കാം. എന്താണ് y1 ഇൻറ്റു ഇൻ്റഗ്രൽ y1 സ്ക്വയർ 1/y1 സ്ക്വയർ ഇ പവർ മൈനസ് ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി ഇൻറ്റു ഡി ടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ തന്ന ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, പി ഓഫ് ടി കണ്ടുപിടിക്കാൻ പറ്റും. സോ പി ഓഫ് ടി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. y1 ഓൾറെഡി തന്നിട്ടുണ്ട്, അപ്പോൾ ആ y1 കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതേമാതിരി തന്നെ ഒരു കാര്യം കൂടിയും പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു y1ഉം ഈ ഒരു y1 കൂടി ക്യാൻസൽ ചെയ്ത് പോകാമെന്നൊന്നും പറയരുത്. കാരണം എന്താ വെച്ചാൽ ഇത് ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലുള്ള y1 ആണ്. സോ ആദ്യം ഇൻ്റഗ്രേഷൻ ചെയ്യണം. ആ ഇൻ്റഗ്രേഷൻ ചെയ്ത് കിട്ടുന്നതിനെ y1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണ് ഇവിടെ മീനിങ് ഉള്ളത്. അല്ലാതെ ഒരിക്കലും ഇത് രണ്ടും കൂടി എന്ത് ചെയ്ത് പോകരുത്, ക്യാൻസൽ ചെയ്ത് കളയരുത്. അത്രയാണ് ഈ ഒരു സെക്ഷനിൽ പറയാനുണ്ടായിരുന്നത്. ഓക്കെ.